ഫോർമലൈസ്ഡ് സിംബോളിക് ലോജിക് എന്താണെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. നമുക്ക് സിംബോളിക് ലോജിക് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും നോളജിനെ. അത് പണ്ടേ ആൾക്കാർ സിംബൽസ് ഉപയോഗിച്ച് നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ വരുന്നത് 1960s ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് പറഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്തത് ലോജീഷ്യൻസാണ്. എന്തിനാണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിൻ്റെ ഏരിയയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫോർമൽ റീസണിങ്ങിന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്. ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കിനാണ് നിങ്ങൾ ഈ FOPL എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നത്. അതിൻ്റെ വേറൊരു പേര് പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്നാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് നോളജ് റെപ്രസെൻറ്റേഷൻ AIയിൽ. അപ്പോൾ നോളജ് റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ഒരു പോയിൻ്റ് എന്നാണ് FOPL. അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാം. ഇനി FOPL എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ലോജിക് ഓഫേഴ്സ് ദ ഓൺലി ഫോർമൽ അപ്രോച്ച് ടു റീസണിങ് ദാറ്റ് ഹാസ് എ സൗണ്ട് തിയററ്റിക്കൽ ഫൗണ്ടേഷൻ. ലോജിക് ഉപയോഗിച്ചാണ് ആകെപ്പാട് റീസണിങ്ങിനെ നന്നായി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ദ സ്ട്രക്ചർ ഓഫ് FOPL ഇസ് ഫ്ലെക്സിബിൾ ഇനഫ് ടു പെർമിറ്റ് ദ അക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് റീസണബിളി വെൽ. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പോലുള്ളൊരു ലാംഗ്വേജിന് നമുക്ക് എന്ത് ചെയ്യാം, FOPL എളുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ AI സിസ്റ്റംസ്. ഇറ്റ്സ് മോസ്റ്റ് നോളജ് മസ്റ്റ് ഒറിജിനേറ്റ് വിത്ത് ആൻഡ് ബി കൺസ്യൂംഡ് ബൈ ഹ്യൂമൻസ്. എല്ലാ നോളജും തുടങ്ങുന്നതും എത്തേണ്ടതും ഹ്യൂമൻസിലായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. FOPL ഫ്ലെക്സിബിലിറ്റി ഇംഗ്ലീഷിലെ റെപ്രസെൻറ്റേഷന്. അടുത്ത FOPL ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ബൈ വർക്കേഴ്സ് ഇൻ AI ഫീൽഡ്. ഒരുപാട് ലാംഗ്വേജിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിലും FOPL ആണ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു റെപ്രസെൻറ്റേഷൻ മെത്തേഡ്. ഇത് മൂന്നുമാണ് FOPLൻ്റെ ഇമ്പോർട്ടൻസിന് കാരണം. ഓക്കെ, ഇനി FOPL എങ്ങനെയാണ് റെപ്രസെൻറ്റ്? സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം എ നാച്ചുറൽ ലാംഗ്വേജ് ലൈക്ക് ഇംഗ്ലീഷ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സിംബോളിക് സ്ട്രക്ചേഴ്സ് കംപ്രൈസ്ഡ് ഓഫ്. അപ്പോൾ പ്രെഡിക്കേറ്റ് ലാംഗ്വേജിൻ്റെ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത്? പ്രെഡിക്കേറ്റ്സ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്, ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്, ലോജിക്കൽ കണക്റ്റീവ്സ് ഉണ്ട്. നമ്മൾ പ്രൊപ്പോസിഷൻ പറഞ്ഞപ്പോൾ പ്രൊപ്പോസിഷൻ ലോജിക് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആറ്റംസ് എന്ന് പറയും, അത് ട്രൂ ഓർ ഫോൾസ് ആവും അതിൻ്റെ വാല്യൂസ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ പ്രെഡിക്കേറ്റ് ലോജിക്ക് പറയുമ്പോൾ എന്തൊക്കെയുണ്ട് അതിനകത്ത്? പ്രെഡിക്കേറ്റ്സ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്, ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്, ലോജിക്കൽ കണക്റ്റീവ്സ് ഉണ്ട്. ഇതിൽ ക്വാണ്ടിഫയേഴ്സ് ഒന്നും എന്തിലില്ല? പ്രൊപ്പോസിഷൻ ലോജിക്കിലില്ല. ഇനി ദ സിംബൽസ് ഫോം ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ ദ knowledge and their combination into various structures is accomplished using syntax. അപ്പോൾ ഈ സിംബൽസാണ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന സിംബൽസ്. ഇതിനെ വാലിഡ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ആക്കുന്നത്? കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. വൺ സ്ട്രക്ചേഴ്സ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ടു റെപ്രസെൻറ്റ് ബേസിക് ഫാക്ട്സ് ഓർ പ്രൊസീജിയേഴ്സ് other type of knowledge. Inference rules may be applied to compare, combine and transform the assumed structures into new deduced structure. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ സിംബൽസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാലിഡ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് റൂൾസിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി ഈ സിൻടാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? ഇങ്ങനെ വാലിഡ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഈ സ്ട്രക്ചേഴ്സിനെ കമ്പയർ ചെയ്ത് കമ്പൈൻ ചെയ്ത് ഒക്കെ പുതിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാം. അതിനെ ഡെഡ്യൂസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. ഇങ്ങനെയാണ് ഓട്ടോമേറ്റഡ് റീസണിങ് ഓർ ഇൻഫറൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺക്ലൂഷനിൽ ഒരു പ്രോബ്ലം കൊടുത്ത ഒരു കൺക്ലൂഷനിലേക്ക് കമ്പ്യൂട്ടറിന് എത്താൻ പറ്റുന്ന ഈ ഒരു വഴിയിലൂടെയാണ്. ഇനി പ്രൊപ്പോസിഷൻ ലോജിക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ കേസ് ഓഫ് FOPL ആയിട്ട് പറയാം. പക്ഷേ അതിനകത്ത് എന്ത് കാണില്ല? ക്വാണ്ടിഫയേഴ്സോ ബാക്കി പറഞ്ഞ പ്രെഡിക്കേറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണത്തില്ല. ഇനി എക്സാമ്പിൾ ഒരു FOPL റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊലോഗും ഏതാണ്ട് പ്രെഡിക്കേറ്റ് ലോജിക്ക് പോലെ തന്നെ എഴുതുന്നൊരു പ്രോഗ്രാമിംഗ് സിസ്റ്റമാണ്. അപ്പോൾ പ്രൊലോഗ് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല. ഇതിൽ ഓരോ സംഭവം പഠിപ്പിച്ച് പോകുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സത്യത്തിൽ പ്രൊലോഗും കൂടെയാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഓഫ് FOPL എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കിൽ നിങ്ങളുടെ ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്? ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസാണ് ഓൾ എംപ്ലോയീസ് ഓഫ് AI സോഫ്റ്റ് കമ്പനീസ് ആർ പ്രോഗ്രാമേഴ്സ്. അതിനെ FOPL എഴുതാൻ പറയും. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഓൾ എംപ്ലോയീസ് വരുമ്പം നമ്മൾ എഴുതുന്നത് ഈ ഓൾ എക്സ് എന്ന് പറഞ്ഞൊരു ഫോർ ഓൾ എക്സ് എന്നുള്ള സിമ്പൽ കണ്ടോ താഴെ ഒരു ഇൻവേർട്ടഡ് ആയിട്ടൊരു വരയിട്ടിരിക്കുന്ന ആ ഒരു സിമ്പൽ എഴുതിയിട്ട് എക്സ് എന്ന് എഴുതണം. ഓക്കെ, അത് രണ്ടും ബ്രാക്കറ്റിനകത്തായിരിക്കണം. ഇനി അടുത്ത് എഴുതേണ്ടത് ഇതിലെ കീ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഇതിലേതൊക്കെയാണ് നൗൺ പോലെ വരുന്നത്? AI സോഫ്റ്റ്വെയർ കമ്പനിയും പ്രോഗ്രാമേഴ്സും. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ നൗൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലേതൊക്കെയാണ് വരുന്നത്? AI സോഫ്റ്റ്വെയർ കമ്പനിയും പ്രോഗ്രാമേഴ്സും നൗൺസ് പോലെയാണ് വരുന്നത്. അപ്പോൾ അതെന്ത് എഴുതും? AI സോഫ്റ്റ്വെയർ കമ്പനി എംപ്ലോയി എന്നുള്ളതും നമ്മൾ എഴുതും. പിന്നെ എന്തുണ്ട്? പ്രോഗ്രാമർ എന്നുള്ളതും എഴുതും. അപ്പോൾ എന്താണ്? ഇംപ്ലൈസ് എന്നൊരു സിമ്പിൾ ഇട്ടോ, ഇംപ്ലൈസ് അല്ലെങ്കിൽ ദെൻ എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്?
ഇങ്ങനെയാണ് FOPയിൽ ഓൾ എംപ്ലോയീസ് ഓഫ് എ സോഫ്റ്റ്വെയർ കമ്പനി ആർ പ്രോഗ്രാമേഴ്സ്. ഇതിൽ പ്രെഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എ സോഫ്റ്റ്വെയർ കമ്പനി എംപ്ലോയി എന്നുള്ളതും അതുപോലെ പ്രോഗ്രാമർ എന്നുള്ളതും. നിങ്ങൾ നോക്കിയാൽ ഇത് രണ്ടിനെയും ബ്രാക്കറ്റിൽ ഒരു എക്സ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്ററാണ്. ഇടയ്ക്കുള്ള ഇതെല്ലാം എന്താണ്? ഒരു ഹൈഫൻ വെച്ച് ജോയിൻ ചെയ്ത്. നമ്മൾ ലിസ്റ്റിലും പറഞ്ഞാൽ ഹൈഫൻ വെച്ച് ജോയിൻ ചെയ്യുന്ന കാര്യം. അതെങ്ങനെയാണ് വായിക്കുന്നത്? ഇഫ് എക്സ് ഈസ് ആൻ എ സോഫ്റ്റ്വെയർ കമ്പനി എംപ്ലോയി ആൻഡ് എക്സ് ഈസ് എ പ്രോഗ്രാമർ റെസ്പെക്റ്റീവ്. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇഫ് എക്സ് ഈസ് ആൻ എ സോഫ്റ്റ്വെയർ കമ്പനി എംപ്ലോയി ദെൻ എക്സ് ഈസ് എ പ്രോഗ്രാമർ. എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വേരിയബിളാണ്. അതിന് ഏത് പേഴ്സൻ്റെ നെയിം വേണോ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ജിം എന്ന് പറഞ്ഞൊരാളുടെ പറയുകയാണ്, ഒരു നോൺ ഫാക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. ജിം ഈസ് ആൻ എംപ്ലോയി ഓഫ് എ സോഫ്റ്റ്വെയർ കമ്പനി. അപ്പോൾ കമ്പ്യൂട്ടറിന് എന്ത് എഴുതാം? AI സോഫ്റ്റ്വെയർ കമ്പനി എംപ്ലോയി എന്നുള്ള കമ്പനി എംപ്ലോയി എന്നുള്ളതിന് ബ്രാക്കറ്റിൽ എന്തെങ്കിലും ജിം എന്ന് എഴുതും. അപ്പോൾ അതെന്ത് കൺക്ലൂഷനായിരിക്കും ആ സിസ്റ്റം കൊടുത്തായിരുന്നത്? ജിം ഈസ് എ പ്രോഗ്രാമർ. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് AI സോഫ്റ്റ്വെയർ കമ്പനിയുള്ള എല്ലാ എംപ്ലോയീസും ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രോഗ്രാമേഴ്സാണ്. അപ്പോൾ നമ്മൾ ജിം ആ കമ്പനിയിലെ എംപ്ലോയി ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ഇൻഫർ ചെയ്യും? പ്രോഗ്രാമറാണ് ജിം എന്ന്. ഓക്കെ, പ്രോഗ്രാമർ കണ്ടോ ബ്രാക്കറ്റിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ജിം ഈസ് എ പ്രോഗ്രാമർ. ഇങ്ങനെയാണ് ഇംഗ്ലീഷിലുള്ള നോളജ് നമ്മൾ എന്താണ് FOPയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നമ്മൾ ആദ്യമേ പഠിച്ചു. എല്ലാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന എന്താണ്? നോളജ് ബേസാണ്. നോളജ് ബേസിലോട്ട് സേവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഇൻഫറൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് എന്ന സംഭവം ചെയ്യും. ഓക്കെ, ഇതാണ് FOPലിൻ്റെ. നിങ്ങൾക്കൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചാൽ എന്താണ് സിംബോളിക് ലോജിക് അല്ലെങ്കിൽ ഫോർമുലൈസ് സിംബോളിക് ലോജിക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നത് ഇത്രയാണ്. ഇനി FOPലിൻ്റെ സ്ട്രക്ചർ മീൻസ് സിൻടാക്സ് സെമാൻറ്റിക്സും വേറെ ഒരു പാർട്ടായിട്ട് തരാം.